നമ്മൾ ഓരോ യാത്രകളും തുടങ്ങുന്നത് കുറേ വികാരങ്ങൾ വെച്ചിട്ടാണല്ലേ. അതിനകത്ത് സന്തോഷമുണ്ട്, പേടിയുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ചെന്നൈയിലെ നല്ല ചൂടും ഉണ്ടാക്കിയെടുത്ത എല്ലാ നല്ല റിലേഷൻഷിപ്പും സപ്പോർട്ടും ബേസിക്കലി ഇതെല്ലാം കൂടെ മടക്കി പെറുക്കി രണ്ട് പെട്ടിയിലാക്കിയിട്ട് ഞാനും ധ്യാനം കൂടെ ഒരു യാത്ര പോവാണ്. യാത്ര എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഒരു കുറച്ച് കാലത്തേക്കുള്ള ഒരു പറിച്ചു നടൽ എന്നെല്ലാം പറയൂലേ, അതാണ് സംഭവം. ഈ പോക്കിനൊരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ ക്യൂരിയസ് ആൻഡ് ഫിയർലെസ് ആയിട്ടുള്ള ഒരു 9 വയസ്സുകാരൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും നീ ചെയ്യുന്നുണ്ടോ, നിന്നെക്കൊണ്ട് പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ആ യാത്രയിൽ മൊത്തം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇതൊരു രാജ്യം വിട്ടിട്ടുള്ള ഒരു റീലൊക്കേഷൻ മാത്രമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്രോത്ത്. ഐ ചോസ് ടു ഡു ഇറ്റ് എനിവേസ് വിത്ത് മൈ റേസിംഗ് ഹാർട്ട് ആൻഡ് ദി ഹെഡ് ഹെൽഡ് ഹൈ. പിന്നെയും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിൽ ചെയ്യാം അല്ലേ. CID മൂസയിൽ സലീം കുമാറിൻ്റെ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ഇനി ഒരു തിരിച്ചു വരുത്ത് നടക്കൂല എന്ന് മനസ്സിലാക്കിയ ദിലീപിനെ പോലെ ഞാനും പോവാണ്. ഇനി എന്തൊക്കെയെന്നുള്ളത് നമുക്ക് കാണാം അല്ലേ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.